അഗ്നിശമന മാധ്യമങ്ങൾ, ഫയർ എക്സ്റ്റിങ്ക്വിഷൻ ഏജൻസ്. നമ്മുടെ ഇവിടെയൊക്കെ ഉപയോഗിച്ചു വരുന്ന സാധാരണയായിട്ട് അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്ന ഏജൻസാണ് ഈ കൊടുത്തിരിക്കുന്നത്. വാട്ടർ, ഫോം, സാൻഡ്, TCP, ഗേഷ്യസ് ഏജൻസ്. അപ്പോൾ ഈ ഏജൻസിനെയൊക്കെ പറ്റി നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ മതിയാവും. ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും ചോദ്യം വരുന്നത്. ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ ഇത്തരം ഏജൻസിനെ നമ്മൾ അറിയാൻ പോവുകയാണ്. ഒന്നാമതായിട്ട് ജലം. അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചു വരുന്നത് ജലമാണ്. ജലത്തിൻ്റെ ഗുണങ്ങളും നമ്മൾ അറിയണം, ദോഷങ്ങളും അറിഞ്ഞിരിക്കണം. അഗ്നിശമനത്തിൻ്റെ കേസിൽ. അപ്പോൾ ജലത്തിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രകൃതിയിൽ ധാരാളമായി ലഭിക്കുന്ന ഒരു മാധ്യമമാണ് ജലം. ഉയർന്ന ബാഷ്പീകരണ ലീനതാപമുണ്ട്. 540 കലോരീസ് പെർ കിലോഗ്രാം ആണത്. ഉയർന്ന വ്യാപ്ത വികാസാനുപാതം, എക്സ്പാൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1:1800 ആണ്. ഉയർന്ന വിശിഷ്ട താപധാരിത, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 1000 കലോരീസ് പെർ കിലോഗ്രാം ആണ്. കാർബണിക വസ്തുക്കളുടെ ഉൾഭാഗം നനച്ച് ചെയിൻ റിയാക്ഷൻ തടയാൻ ജലത്തിനെ കൊണ്ട് സാധിക്കും. പിന്നെ വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് തീനെ അടിച്ച് കടത്താനൊക്കെ സാധിക്കും. എളുപ്പത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയമാണ് വാട്ടർ. പമ്പ് ഉപയോഗിച്ച് മർദ്ദവ്യത്യാസം വരുത്തുന്നതിനും പിന്നെ ഓസുകളിലൂടെ ദൂരത്തേക്ക് എത്തിക്കാനും സാധിക്കും. ഇനി ജലത്തിൻ്റെ ദോഷവശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ 25% മാത്രമേ ഉള്ളൂ അഗ്നിശമനത്തിന് പ്രയോജനപ്പെടുന്നുള്ളൂ. ബാക്കി 75% വേസ്റ്റായി പോവുകയാണ്. ജലം ഉപയോഗിച്ച് അഗ്നിശമനം നടത്തിയ ഭാഗം വൃത്തികേടായി പോകും. അത് നമ്മൾ വൃത്തിയാക്കാൻ പോകണം. അതൊരു ചെറിയൊരു ദോഷം തന്നെയാണ്. വൈദ്യുതി ചാലകമായതിനാൽ വൈദ്യുതി സജീവമായ ഭാഗങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. എർത്തൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് കേട് വരുത്തുന്നു. ജലം ഉപയോഗിച്ച് കടത്താൻ പോയി കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ കേടായി പോകും. ജലം അനിയന്ത്രിതമായി ഉപയോഗിക്കുക വഴി എണ്ണകളിലെ തീപിടുത്തങ്ങൾ വൻ ദുരന്തങ്ങളിലേക്ക് നയിക്കും. അതായത് അഗ്നിശമനം ക്ലാസ് B ഫയറുകളിൽ സാധ്യമല്ല എന്നതാണ്. അത്ര തന്നെ. 2. ഫോം അഥവാ പത. വായു അല്ലെങ്കിൽ വാതകം നിറഞ്ഞ ദ്രാവക കുമിളകളെയാണ് ഫോം എന്ന് പറയുന്നത്. ഇത് കത്തിക്കൊണ്ടിരിക്കുന്നതോ അല്ലാത്തതോ ആയ ഏത് ദ്രാവകങ്ങളുടെ മുകളിലും ഒരു ആവരണമായി പൊങ്ങിക്കിടന്ന് വായുസമ്പർക്കം ഒഴിവാക്കി തീ കടത്തുന്നതാണ് അവിടുത്തെ ഒരു രീതി. അപ്പം ദ്രാവകങ്ങളുടെ ബാഷ്പീകരണം തടയുകയും ചെറിയ അളവിൽ ദ്രാവകത്തെ തണുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഫോം. ഇത് കൂടുതലായിട്ടും ക്ലാസ് B ഫയറിലാണ് ഉപയോഗിക്കുന്നത്. ക്ലാസ് B ഫയർ ശമിപ്പിക്കാനാണ് ഈ ഫോം ഉപയോഗിക്കുന്നത്. എണ്ണകൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെയിൻറ് ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ ഫോം മതി. ഫോമാണ് ഏറ്റവും നല്ലത് ഈ ക്ലാസ് B ഫയറുകളിലൊക്കെ ഉപയോഗിക്കാൻ. 3. മണൽ, സാൻഡ്. ജലം ഉപയോഗിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിൽ അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്ന മാധ്യമമാണ് മണൽ. പ്രാഥമിക അഗ്നിശമന മാധ്യമമായി ഫയർ ബക്കറ്റുകളിൽ സൂക്ഷിക്കുന്നതാണ്. മണൽ ഉപയോഗിച്ച് തീ കടത്തുന്ന രീതിയാണ് ബ്ലാങ്കറ്റിംഗ് എന്ന് പറയുന്നത്. പെട്രോൾ പമ്പിലൊക്കെ ജലത്തിന് പകരം മണലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഒരു ബക്കറ്റിൽ നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ പറ്റും. ഒരു ബക്കറ്റിലാണ് അവിടെ മണൽ എടുത്ത് വെച്ചിരിക്കുന്നത്.